ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റായിട്ടുള്ളൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടുവയ്ക്കാമല്ലേ. ഇതിനായി ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് 100 ഗ്രാം ശർക്കരയും ഇതിനകത്തിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കി മാറ്റാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഇതുപോലെ ശർക്കരയെല്ലാം അലിഞ്ഞ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് തണുക്കാനായിട്ടൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലോട്ട് 1 ഗ്ലാസ് ഗോതമ്പ് പൊടിയും 1 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്താൽ 1/2 ഗ്ലാസ് വറുത്ത അരിപ്പൊടി, 1/2 ഗ്ലാസ് വറുത്ത അരിപ്പൊടി ആഡ് ചെയ്ത് 1/2 ഗ്ലാസ് റവയും ആഡ് ചെയ്ത് അതുപോലെ തന്നെ 1/2 ഗ്ലാസ് തേങ്ങ തിരുമിയതും കൂടെ ആഡ് ചെയ്ത് 1 നുള്ളു ഉപ്പ്, 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ 1/4 സ്പൂൺ, 2 ഏലക്ക ചതച്ചത്, 2 സ്പൂൺ തേങ്ങ കൊത്ത് വറുത്തതും അതും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിരുന്ന ശർക്കര പാനിയും കൂടെ ഒഴിച്ച് നല്ലതുപോലെ നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് കുറേശ്ശെ വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതിനെ നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് ലൂസായി പോകാതെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കണം. കുറച്ച് കട്ടിക്ക് തന്നെ ഇരിക്കണം. നമ്മൾ ഇഡലി മാവെല്ലാം കലക്കിയെടുക്കുന്ന അതേ പരുവത്തിൽ എല്ലാ കട്ടയെല്ലാം പോയി ഇതുപോലെ നല്ലതുപോലെ നമുക്ക് കലക്കി സെറ്റാക്കി എടുക്കാം. നമുക്കിതിവിടെ കഴിഞ്ഞ് ഇനി ഇതിനെ റെസ്റ്റ് ചെയ്യാൻ നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ നമ്മളെ നെയ്യപ്പം മിക്സ് ഓരോ സ്പൂൺ വീതം നമുക്കിതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിപ്പം വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് നമുക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നല്ല ബ്രൗൺ കളറായി വരണത് വരെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് റെഡിയാക്കി എടുക്കാം. നെയ്യപ്പം കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതിനെ കുക്ക് ചെയ്തെടുക്കാൻ. നെയ്യപ്പം റെഡിയായി കഴിഞ്ഞ് ഇനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം റെഡിയാക്കി എടുക്കാം. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ടും ചെയ്യണം. വളരെ സോഫ്റ്റും നല്ല പഞ്ഞി പോലുള്ള നെയ്യപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞ് ഇതുപോലെ നിങ്ങൾ ഒരു വട്ടം ഒന്ന് റെഡിയാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ല്. അപ്പം അടുത്ത റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.